ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹെയർ കെയർ ടിപ്പാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ മുടിയുടെ തിളക്കം കൂട്ടാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും ഒക്കെ പറ്റിയൊരു ഹെയർ പാക്കിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് ഉലുവ ഉപയോഗിച്ചാണ്. അപ്പോൾ ഉലുവ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് ഞാൻ പറയാം, അതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഉലുവ മുടി കൊഴിച്ചിലിനും അതുപോലെ മുടിക്ക് തിളക്കം കൂട്ടാനും മുടിക്ക് കറുപ്പ് നിറമേകാനും ഒക്കെ വളരെ നല്ല ഒന്നാണ് ഉലുവ. അപ്പോൾ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഉലുവ ഉപയോഗിച്ച് എങ്ങനെ ഹെയർ പാക്ക് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഉലുവ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ്. ഉലുവ മുടിക്ക് വളരെ നല്ല ഒന്നാണ് കേട്ടോ. മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ല ഒന്നാണ് ഉലുവ. അപ്പോൾ ഈ ഉലുവയിലോട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഈ ഉലുവയൊന്ന് സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഹെയർ പാക്കിലോട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനേ. അപ്പോൾ ഈ ഒരു ഉലുവ ഹെയർ പാക്ക് നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം. ഒന്ന്, നമുക്ക് ഈ ഉലുവ മാത്രമായിട്ട് അരച്ചിട്ട് തലയിലേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. അങ്ങനെ ഞാൻ അങ്ങനെ കുറച്ച്, അതായത് ഉലുവ മാത്രമല്ല അതിലൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചെമ്പരത്തിയുടെ ഇല. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചെമ്പരത്തിയുടെ പൂവും എടുത്തിട്ടുണ്ട് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് വേപ്പിലയാണ്. അപ്പോൾ വേപ്പിലയിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതാണ് മെയിൻ കാരണം ഞാൻ വേപ്പില ഉപയോഗിക്കാൻ. അപ്പോൾ വേപ്പില നമ്മുടെ മുടിക്കുള്ള താരൻ, ഫംഗസ്, ചൊറിച്ചിൽ ഇതൊക്കെ മാറ്റും. അതുകൊണ്ടാണ് ഞാൻ വേപ്പില ഈ ഒരു ഹെയർ പാക്കിൽ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഉലുവയും അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസായ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, പിന്നെ വേപ്പില, ഈ 3 ഇൻഗ്രീഡിയൻസും വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉലുവ മാത്രമായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാം. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് എപ്പോഴാണോ ഇത് പിറ്റേ ദിവസം നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചാൽ മതി. എന്നാലും ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് കിട്ടുള്ളൂ. അതിനുശേഷം പേസ്റ്റ് രൂപത്തിൽ കിട്ടിയതിന് ശേഷം നമുക്കിത് നേരിട്ട് തന്നെ തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഒരു തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 1 or 2 തവണ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുടിക്ക് വളരെ നല്ലൊരു ഹെയർ പാക്കാണിത്. പക്ഷേ ഈ ഒരു ഹെയർ പാക്കിനൊരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ആസ്മ അതുപോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക്, അപ്പോൾ അവർക്കാണെങ്കിൽ തലയിൽ തണുപ്പ് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഹെയർ പാക്ക് തല തേച്ചിട്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അങ്ങനെയുള്ളവർ ഈ ഹെയർ പാക്ക് ഒരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ കഴുകിക്കളയണം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് വളരെ നല്ല ഹെയർ പാക്ക്, അതൊരു 100% റിസൾട്ട് തരുന്ന നല്ല ഹെയർ പാക്കാണ്. അപ്പം ഞാൻ വേറെ പല ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ഉറപ്പായിട്ടും കിട്ടും, റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നൊരു ഹെയർ പാക്കാണ്. പക്ഷേ ഈ ഒരു ഹെയർ പാക്കിന് ഞാൻ പറഞ്ഞൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് തണുപ്പ് പറ്റുന്നവർക്ക്, തണുപ്പ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളവർക്ക് ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ്. തണുപ്പ് പറ്റാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും ബൈ ബൈ. പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.